ഗോൾഡ് മൈനിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വെയിൽസിലാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ എണീറ്റിട്ട് നേരെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ബാക്കി കോട്ടിയാടിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ കൺട്രി സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. റോഡ് ട്രിപ്പിലാണുള്ളത് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ ഒപ്പം എന്നുള്ളത് കസിൻ അനൂപേട്ടനുണ്ട്, പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി കോട്ടിയാടിൻ്റെ ഭാഗം കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ വരുന്നത്. അനൂപേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കിച്ചണിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ ഇതാണ് കോട്ടിയാടിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഗ്രീൻ ഫീൽഡ് ടെറസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ Airbnb ത്രൂ ആണ് എടുത്തത്. ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആ ടൂർ മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ ഇങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ ഇരിക്കാം, ഓപ്പൺ ഏരിയ. പിന്നെ അപ്പുറത്തേക്കും വേറെ കുറേ ആൾക്കാരുടെ വീട്ടൊക്കെ. പിന്നെ ഇവിടെ വലിയൊരു മിററും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുള്ള ബാക്കി വിഷ്വൽസ് കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറിലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ കാറുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ വെള്ളം കുത്തിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാം. ഇവിടുത്തെ സ്ഥലം നോക്കുക നിങ്ങൾ, നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ അപ്പുറത്തേക്ക് ഒരു പള്ളിയുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇത് പാർക്കിംഗ് ഏരിയയാണ് വരുന്നത്. പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ ഇലക്ട്രിക് പാർക്കിങ്ങിൻ്റെ സ്ഥലം. പക്ഷേ ഇലക്ട്രിക് കാറുകൾ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ ചൈനയെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇവിടെ ഉള്ളൂ. പിന്നെ അത് ഇലക്ട്രിക് കാറിൻ്റെ ചാർജിങ് ഏരിയ ഇതാണ് വരുന്നത്. വോൾവോൻ്റെ ഒക്കെ വണ്ടി കിടക്കുന്നുണ്ട്. ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്, ഹുണ്ടായിൻ്റെ വരുന്നത്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തലോക്കോത്തി ഗോൾഡ് മൈൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. പക്ഷേ ഇത് ട്രക്കിംഗ് ആണ് വരുന്നത്. ഇത് ഒരു 2500 ഏക്കറോളം സ്ഥലമുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടെ ഒന്ന് കയറി നോക്കാം. നമുക്ക് ട്രക്ക് ചെയ്യാനൊന്നും എന്തായാലും ഇല്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഗോൾഡ് മൈൻസ് ആൻഡ് 2500 ഏക്കർ എസ്റ്റേറ്റിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് മാപ്പ് വരുന്നത്. മാപ്പിൽ ഇത് ഗോൾഡ് മൈൻ്റെ കാര്യങ്ങൾ, പിന്നെ ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് പോവുക, 2 കിലോമീറ്റേഴ്സ് വാക്ക്, 7.1 കിലോമീറ്റേഴ്സിൻ്റെ ട്രക്കിംഗ് ഉണ്ട്. അങ്ങനെ പല ട്രക്കിങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൈഡ് ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ബുക്ക് ഇതിനെ പറ്റിയിട്ട് ഫുള്ള് ട്രഷറി സംഭവങ്ങൾ, ഇത് ഗോൾഡ് മൈൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ച് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെപ്ലിക്ക റോമൻ കോയിൻസാണ് ഇതിലുള്ളത്. ഇത് കുറച്ച് സോവിനിയർ ഐറ്റംസ്. വെൽസിൻ്റെ റൂളർ വെച്ചിട്ടുണ്ട്. ഇത് 3 പൗണ്ട്സാണ് ഇതിന് വരുന്നത്. പിന്നെ കുറച്ച് പെൻസിലുണ്ട്. ഗോൾഡ് മൈൻ്റെ ആൾക്കാരുടെ കുറച്ച് സാധനങ്ങൾ, ഫ്രിഡ്ജ് മാഗ്നറ്റ് തോന്നുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ പിന്നെ എന്തൊക്കെയോ പഴയ ഒരു സാധനങ്ങൾ, ഒരു പഴയ സർവേ ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് കാർഡ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റോൺ ഉണ്ട് ഇവിടെ. പിന്നെ പല പവർ ബ്രേസ്ലെറ്റ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയൺ കൊടുത്തിട്ടുണ്ട്. അയൺ കല്ലുകളാണ് ഈ മൊത്തം ഇരിക്കുന്നത്. ഇതേ നമ്മളിവിടെ കയറിയിട്ടുണ്ട്, ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ 2:30 ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. 2:30 ഇവിടെ നിന്ന് ഗൈഡ് നമ്മളതിനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഗോൾഡ് മൈനിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. ഇതേ ഇവിടെ പഴയ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഗോൾഡ്, അങ്ങനെ ഒരു ഗോൾഡ് മൈനിൽ പോയിട്ട് ഗോൾഡ് എടുക്കാനാണ് നമ്മൾ പോണത്. അനു ബ്രോ റെഡിയാണോ ഗോൾഡ് എടുക്കാൻ? അപ്പോൾ ഇവിടെ ഫുള്ള് ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ട്. 1938 ലാസ്റ്റ് ഇത് നടന്നേക്കണത്. ഗോൾഡ് മൈൻ ഇവിടെ ലാസ്റ്റായിട്ട് നടന്നത്. പിന്നെ അതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത്. ഇവിടെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്ത് തരുന്ന മെഷീനറീസൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിനി അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. വർക്ക്ഷോപ്പാണ്. ഇതേ വെയിൽസിലെ ഗോൾഡ് മൈൻ്റെ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാമറും ഷവലും, അങ്ങനെ വർക്ക്ഷോപ്പിലെ പല സാധനങ്ങൾ, പണ്ടത്തെ ഓരോ സംഭവങ്ങൾ കേട്ടോ. ഇതേ പണ്ടത്തെ ഷവല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മെഷീൻ ആക്സസറീസാണ് ഇത് മൊത്തം.
കുത്തിയിടുകാനുള്ള സാധനമൊക്കെ ഉണ്ടിട്ട് അവിടെ സ്വർണം കുത്തിയിടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഇലക്ട്രിക് വണ്ടിയല്ല വലിച്ചുകൊണ്ട് കൊണ്ടുപോകണ സാധനത്തിൻ്റെ ഇതൊക്കെ ആൾക്കാരെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണ സാധനങ്ങളോ തോന്നുന്നു ഇതൊക്കെ ഉള്ളത്. ഒരു മെഷീനറീസ് മ്യൂസിയമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പാത്രങ്ങളുടെയും ഇതൊക്കെ പൊട്ടിയതിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്രിട്ടീഷ് റോപ്സ്, എന്തൊക്കെ തരത്തിലുള്ള റോപ്പുകളാണ് യൂസ് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ വേറെ സംഭവങ്ങൾ, ഇത് ഗോൾഡ് കൊണ്ടുള്ള പാമ്പിൻ്റെ ഒരു രൂപം, ബ്രേസ്ലെറ്റ്, മാല ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതെ വേറെയും കുറച്ച് പോട്ടറി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. വേറെ ഗോൾഡിൻ്റെ ഒരു ഐറ്റം. സെക്ഷൻ ത്രൂ മൈനിങ് ഏരിയൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ കുറേ സ്റ്റോൺസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോണിനൊക്കെ ഓരോന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സംഭവങ്ങളാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചാണുള്ളത്. സ്ലീവ് സ്യൂട്ടും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ക്യാപ് ഹുക്ക്, ചെറിയ ബൾബുകൾ, പിന്നെ വെപ്പൺസ് അല്ല സോറി, ഇത് ഡിഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ. മൈനിങ് എക്സ്പ്ലോസീവ്സ്, മൈനിങ് എക്സ്പ്ലോസീവ് ആണ് കേട്ടോ. അതൊക്കെ കല്ല് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ, ക്യാപ് ഡിഫ്യൂസ്, തിരിയൊക്കെ വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കാനുള്ള സാധനങ്ങൾ. മൈൻ ഹെഡ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഏകദേശം 480 ഫീറ്റ് താഴത്തേക്ക്, അതായത് 146 മീറ്റർ താഴത്തേക്കാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ നടക്കുന്നതിൻ്റെ ഈ താഴത്തു കൂടെയാണ് ഫുള്ള് മൈനിങ് നടന്നേക്കുന്നത്. അതിൻ്റെ ഈ മൈൻ വരുന്നത് ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിന്ന് ഇവിടെ നിന്ന് ഈ ഷാഫ്റ്റ് വരുന്നത് ഏകദേശം ഈ 480 ഫീറ്റ് എന്ന് പറയുമ്പോൾ 146 മീറ്റർ, അത്രയും താഴത്തേക്കാണ് ഇതിൻ്റെ ഈ ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ ഈ താഴത്തു നിന്നുള്ള കല്ലും സംഭവങ്ങളൊക്കെ ഇത് കൂടെയാണ് പൊക്കിയിരുന്നത്. ഇങ്ങനെ മുകളിൽ നോക്കിയാൽ 2 വീല് കാണാം നിങ്ങൾക്ക്, അത് കൂടെ അങ്ങനെ പൊക്കിയിരുന്നു. അപ്പോൾ ആദ്യം കോളിൻ്റെ സംഭവം വെച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇലക്ട്രിക് ഇത് വെച്ചിട്ടാണ് ഇവിടുന്ന് പൊക്കിയിരുന്നത്. എന്നിട്ട് പൊക്കിയിട്ട് ഈ കല്ലുകളും സംഭവങ്ങളൊക്കെ താഴത്തു നിന്നുള്ള സാധനങ്ങൾ മൊത്തം ഇതിലാക്കിയിട്ട് ഈ റെയിലിൽ കൂടെ നമ്മുടെ മെഷീനറീസിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 146 മീറ്റേഴ്സാണ്, അതായത് 480 ഫീറ്റ്. പിന്നെ ഒരു 160 ഫീറ്റിൻ്റെ താഴത്തേക്ക് ഇവർ കുഴിച്ച് നോക്കുമ്പോഴൊക്കെ ആയിരുന്നു ഈ റോമൻ ആൾക്കാരുടെ അവശിഷ്ടങ്ങളും റോമൻ ആൾക്കാരുടെ ഡെഡ് ബോഡീസിൻ്റെ സാധനങ്ങളൊക്കെ താഴത്തുനിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1938 ലാസ്റ്റായിട്ട് നടന്നത്. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് കുഴിച്ച് നോക്കുമ്പോഴൊന്നും വേറെ സ്വർണത്തിൻ്റെ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ റെയിലിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ ലോക്ക് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഴയ കാലത്തെ സംഭവങ്ങൾ. നമ്മൾ ആ പുറത്ത് കണ്ട മെഷീനിൻ്റെ ഫുൾ പ്രവർത്തനം നടക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ കയറുകൾ കണ്ടില്ലേ, അത്രയും ഇതുണ്ട്. നമുക്ക് അത്രയും താഴത്തേക്ക് അടിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ഇരുന്നിരുന്നത് ഫുൾ ഇതിൻ്റെ കോഡ്, ഇതിലോരോ നമ്പറൊക്കെ അടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഡ് ഓഫ് ഷാഫ്റ്റ് സിഗ്നൽ, എങ്ങനെയായിരുന്നു സിഗ്നൽ കൊടുത്തതിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ 1 അമർത്തി കഴിഞ്ഞാൽ മുകളിലേക്ക് ആക്കണം, 2 അമർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനും അങ്ങനെ സംഭവങ്ങളൊക്കെ താഴത്തേക്ക് ആക്കണം, അങ്ങനെ ഓരോ സംഭവമാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഐറ്റം. പിന്നെ ഇവിടെയാണ് മെഷീൻ ഷോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ എയർ റിസീവർ, ഇതിലാണ് നമ്മളുടെ ഈ സാധനത്തിൻ്റെ കൺട്രോൾ വരുന്നത്. ഇവിടെ നിന്ന് കയറ് പോയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് പുറത്തുനിന്ന് ആൾക്കാർക്ക് വരുമ്പോഴുള്ള സാധനം. അങ്ങനെ മെഷീൻ്റെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളും എവിടെ എത്ര കിലോ വാട്ട്, പിന്നെ പറഞ്ഞല്ലോ അത് പിന്നെ ഇലക്ട്രിക്കിലേക്ക് ആക്കി എന്നുള്ളത്. അപ്പോൾ കറണ്ട് വെച്ചിട്ട് എത്ര കിലോ വാട്ടിലാണ് സംഭവം പോണത്, 3 ഫേസിലാണ് പോണത്, 50 സൈക്കിൾസാണ് സംഭവം. അങ്ങനെയൊക്കെ ഇവിടെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതേ ബ്രിട്ടീഷുകാർ നിൽക്കുന്നു. മെഷീൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയും വർഷങ്ങൾക്ക് മുന്നുള്ള സംഭവം ഇവർ ഇത്രയും ടെക്നോളജിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും പിന്നെ അതേപോലത്തെ പാലങ്ങളും ഇതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അന്ന് ഇവർ ചെയ്ത ടെക്നോളജി എന്ന് പറയുന്നത് അത്രയും കൂടിയ സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പോഴും അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് പുതിയൊരു സംഭവമായിട്ട് വരുന്നത്. ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ മെഷീനറീസ് കാണിച്ചേക്കുകയാണ്, എന്തൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ മൈൻ ചെയ്ത് തരുന്നത് എന്നുള്ളത്. സാധാരണ ഡ്രില്ലർ യൂസ് ചെയ്തിട്ടല്ല ഇവർ ചെയ്ത് തരുന്നത്. ഈ സംഭവങ്ങളൊക്കെ വരുന്നത് പ്രഷർ സാധനം വെച്ചിട്ട്. അപ്പോൾ അത്രയും കൂടിയ എയർ പ്രഷറിൽ
സംഭവം എയർ പ്രഷർ കൊടുത്തിട്ടാണ് ഇവർ ഈ മൈനിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഇവിടെ 3300 വോൾട്ടിലൊക്കെയാണ് ഇത് പ്രവർത്തിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അന്നത്തെ ടെക്നോളജി, വൺ സെറ്റപ്പ് ടെക്നോളജിയാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ മെഷീൻസൊക്കെ ബർമിംഗ്ഹാമിൽ നിന്നൊക്കെയുള്ള മെഷീൻസാണ്. ഇത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലൊന്നും നമുക്ക് തൊടാൻ പാടില്ല. ഇതിൽ കാരണം എന്തോ ഒരു കെമിക്കൽ തേച്ച് വെച്ചേക്കുക. അപ്പോൾ അത് സ്കിൻ ഇറിറ്റൻ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. പിന്നെ ഇത് എൻജിൻ ഓയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും ഹൈലൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ മെഷീനും 5 ടണ്ണും 4 ടണ്ണൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഭയങ്കര വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിനൊന്ന് ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് മാറ്റാനോ ഇല്ലാച്ചെങ്കിൽ ഇതിനൊന്ന് മൂവ്മെൻറ്റ് നടത്താനാക്കിയിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ കൂടെ ഉള്ള ഒരു ഗ്രീൻ ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ ഗ്രീൻ ഫ്രെയിമാണ് ഇവിടെ വെച്ചേക്കുന്നത്. നീഡ് എ ലിഫ്റ്റ്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഈ ഗ്രീൻ ഫ്രെയിമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 5 ടണ്ണാണ്, മിനിമം 5 ടണ്ണാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ മാറ്റാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓയിൽ കൊടുക്കേണ്ട സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ഗ്രീൻ ഫ്രെയിം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഇതൊന്ന് എടുത്തിട്ടാണ് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ആക്ടിവിറ്റി പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഗോൾഡ് മൈനിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ഹെൽമെറ്റൊക്കെ തന്ന്, അപ്പോൾ എല്ലാവരും കൂടെ ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ലൈറ്റിങ് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ടോർച്ച് അവിടെ ഉണ്ട്. ഞങ്ങൾ ഗോൾഡ് മൈനിലോട്ട് പോകാൻ ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഹെൽമെറ്റും ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമുക്കൊരു ക്ലാസ്സൊക്കെ എടുത്ത് തന്നു. ഇവിടുത്തെ സ്ഥലത്തിനെ പറ്റിയിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മൈൻഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പും സംഭവമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഗുഹേൻ്റെ അവിടേക്ക് എത്തിയേക്കുകയാണെങ്കിൽ നമുക്ക് ആ റെഡ് ഷർട്ട് ഇട്ട് ഗൈഡ് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. Because if you look at the rock on the left hand side, you see those swirling marks. That's a rock formation called an anticline. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നേരെ എല്ലാവരും കൂടെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ലൈറ്റൊക്കെ ഓണാക്കി ഗൈഡാണ് നമ്മളതിനെ ഫുള്ള് പറഞ്ഞു തരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടുത്തെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ കുറേ ഫംഗസിൻ്റെ ഐറ്റംസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെൽഷ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ 30 ടൈംസ് വാല്യൂ കൂടിയതാണ് വെൽഷ് ഗോൾഡ്. ആ ഒരു ഗോൾഡ് മൈനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 1938 ശേഷം ഇവിടെ വേറെ മൈനിങ് ഒന്നും നടന്നിട്ടില്ല. കാരണം അതിൻ്റെ ആ റെയറിറ്റിയും പ്യൂരിറ്റിയും അതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഈ വെൽഷ് ഗോൾഡ് ഉള്ളത്. അതൊരു ആൻറ്റീക്ക് ഐറ്റം ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര ചെളിയും സംഭവങ്ങളൊക്കെ ആയിട്ട് തല ഇടിക്കണ രീതിക്ക് തന്നെയാണ് വഴിയുള്ളത്. അത് കാരണം നമ്മൾ ഫുൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് നടന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അവിടെ മൊത്തം ഫംഗസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് മൊത്തം. അങ്ങനെ നമ്മൾ ഫംഗസൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഗൈഡ് ഒരു കൊച്ചു പയ്യനെയും കൂട്ടിയിട്ട് എങ്ങനെയാണ് അവിടെ കൊത്തിയിരുന്നത്, അതായത് ആ കേവിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കൊത്തിയിരുന്നത് എന്നൊക്കെ കാണിച്ചു തന്നായിരുന്നു. വൈബ്രേഷൻ്റെ എഫക്റ്റൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയി. ഉള്ളിലോട്ട് പോകുമ്പോൾ ഓരോ ഭാഗത്തും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്നൊന്നും ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല. കാരണം ഓരോ മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മളടിക്കുന്ന ഈ ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമാണ് ഈ ഗുഹയുടെ ഉള്ളിലുള്ളത്. അല്ലാണ്ട് വേറെ ഒരു പുറത്തുനിന്നുള്ള ഒരു രീതിക്കുള്ള വെളിച്ചം തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 100 ഫീറ്റ് താഴത്ത് 130 ഫീറ്റ് താഴത്തു കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മുക്കിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവുമായിരുന്നു. പിന്നെ ഈ കാണുന്നൊരു ഗോൾഡൻ ലൈനാണ് 1938 അവസാനമായിട്ട് ഗോൾഡ് മൈൻ ചെയ്ത സ്ഥലമാണ് കാണിച്ചത്. നമ്മൾ ഗുഹേൻ്റെ ഒരു സൈഡിലോട്ട് നോക്കിയപ്പോൾ നോ എൻട്രി എന്ന് എഴുതിയിട്ടൊരു ബോക്സ് കണ്ടു. താഴത്തേക്ക് നോക്കിയപ്പോൾ വലിയ കൊക്ക പോലെ ഒരു സംഭവം. അതിലോട്ട് പക്ഷേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് താഴത്തോട്ട് ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ പിന്നെ അപ്പുറത്തേക്ക് വീണ്ടും കുറച്ച് ടോർച്ചൊക്കെ അടിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ ഗുഹയുടെ അവിടെ എവിടെയെങ്കിലും ഒരു സ്വർണ്ണത്തിൻ്റെ തിളക്കം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയൊരു 8 കണ്ട് പേടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നമ്മൾ ആ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി.
too close to the person in front. അങ്ങനെ നമ്മൾ ഗുഹേൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഗൈസ്. ഗുഹേൻ്റെ ഉള്ളിലത്തെ അവസ്ഥ സീൻ, അതായത് നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഒപ്പം. ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗോൾഡ് മൈനോട് വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ഗോൾഡ് മൈൻ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. UK ഗോൾഡ് മൈൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ നേരെ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. സ്നോഡോണിയയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നമ്മളിത് മെക്ഡിയിലോട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. കുറച്ച് നേരം കാറിലിരുന്ന് തുടങ്ങി. അവിടെ നോക്കിയാണെങ്കിൽ കാണാം വലിയ കാക്ക, തട്ടിയാൻ കാക്കയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളിത് നേരെ മെക്ഡി പോവാണ്. ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദേപ്പാൻ ഫ്രൈസ് ഇങ്ങനെ കുന്നു പോലെ ഇട്ടിട്ടുണ്ട്. നഗറ്റ്സ്, ബർഗർ 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 ബർഗർ. ഓക്കെ, അപ്പം നമുക്ക് കഴിച്ചാൽ നമ്മൾ മെക്ഡിയൊക്കെ കഴിച്ചത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ സ്നോഡോണിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ പോകണത് ഇങ്ങനെ കൺട്രി സൈഡിൽ കൂടെ കയറണം കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് ബിൽഡിങ്ങുകൾ നിങ്ങൾ നോക്കൂ, നല്ല സൂപ്പർ ബിൽഡിങ്ങുകളാണുള്ളത്. സ്റ്റോൺ ഹൗസ് പോലത്തെ വീടുകളാണ് കൂടുതലുള്ളത്. കളറൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ വൈറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ കഫേ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ പോലത്തെ ഒരു സംഭവം. ഇവിടെ ഒരു സ്ഥലങ്ങൾ, കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. DYFI എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. DYFI റെഡ്. അങ്ങനെ കഫേ ചക്ര, ഒരു ബൈക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ടൗൺ കെബാബ് ഹൗസ്, സ്പാർ മാർക്കറ്റ്, അങ്ങനെ പല രീതിക്കുള്ള സ്ഥലങ്ങൾ, നല്ല വ്യത്യസ്തമായ സ്ഥലങ്ങൾ. നമ്മളിപ്പോൾ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാപ്പിൽ കൊടുത്തിട്ടുണ്ടാവും സ്പീഡ് ലിമിറ്റ് എത്രയാണ്. അപ്പോൾ ഇവിടെയുള്ള സ്പീഡ് ലിമിറ്റ് 20 ആണ്. അപ്പോൾ നമ്മൾ 20 തന്നെ പോകണം. അത് തിരക്കുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മൾ ആ സ്പീഡ് ലിമിറ്റ് തന്നെ ഫോളോ ചെയ്തിട്ട് പോകണം. 20 മൈൽ/ഹവറിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അതേ അവിടെ 14 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, കാരണം ആ റെസിഡൻഷ്യൽ ഏരിയേൻ്റെ ഭാഗം കഴിഞ്ഞു, ആ ടൗണിൻ്റെ ഏരിയ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ തൊട്ടിട്ട് നമുക്ക് 40 മൈൽ/ഹവർ ആക്കാം സ്പീഡ്. അപ്പോൾ അതെ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയി. അപ്പോൾ നമ്മളൊരു 40 തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു പള്ളിയായിരുന്നു. അപ്പോൾ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ പള്ളി ഇപ്പോൾ ഇവിടെ താമസമാണ് പള്ളിയിലൊക്കെ ആൾക്കാർ. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതൊക്കെ Airbnb ത്രൂ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് ഏരിയ പോലെ, പിന്നെ TV ഉണ്ട്, പിന്നെ സോഫ സംഭവങ്ങളൊക്കെ, കുറേ ബുക്കുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്, എല്ലാ ബുക്കുകളുണ്ട്. പിന്നെ അവിടെ ഒരു ഡൈനിങ് ടേബിൾ, പിന്നെ റിവ്യൂ, ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് റിവ്യൂ എഴുതിയ എല്ലാ സാധനങ്ങളും ഇവിടെ പോസ്റ്റ് കാർഡ്സൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം, പഴയ ഒരു ക്ലോക്കിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആൻറ്റിക് സാധനങ്ങളാട്ടോ. പിന്നെ ഇവിടെയും കുറച്ച് ബുക്കുകളുണ്ട്, കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, പിന്നെ ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും നല്ല തണുപ്പുണ്ട്, അപ്പോൾ ഹീറ്ററൊക്കെ ഓണാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കിച്ചണാണ്. അപ്പോൾ കിച്ചണിൽ ഹീറ്ററുണ്ട്, പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ, ഓവനുണ്ട്. പിന്നെ ഇവിടെ കുറേ പലതരത്തിലുള്ള ഗ്ലാസ്സുകൾ, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ കുക്കിംഗ് സാധനത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും, പഴയ തരത്തിലുള്ളൊരു ആൻറ്റിക് ജഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ബുക്കുകളുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് നമുക്ക് എന്തായാലും ഡോർ അടച്ചിടാം. മുകളിലോട്ടാണ് റൂം വരുന്നത്. അപ്പോൾ സ്റ്റെപ്സൊക്കെ നിങ്ങൾ നോക്കൂ, നല്ല കൊയറിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടുള്ള അങ്ങനെ സ്റ്റെപ്പാക്കിയേക്കണത്. മയിൽപ്പീലി ഉണ്ട് കേട്ടോ അവിടെ ഗൈസ്, മയിൽപ്പീലി ഉണ്ട്. പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് കയറി നോക്കാം. മുകളിലാണ് റൂംസ് വരുന്നത്. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബെഡുള്ള റൂമാണ് വരുന്നത്. പിന്നെ അവിടെ കുറച്ച് ബുക്സൊക്കെ അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ്റൂം വരുന്നത് ഇതാണ് വാഷ്റൂം. പിന്നെ ഇതൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ വേറൊരു ബെഡ്റൂം.
ആണ് ഈ വീട് വരുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗോൾഡ് മൈനൊക്കെ ചെയ്തിട്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ നാളെ നേരെ സ്നോഡോണിയ പോവുകയാണ്. സ്നോഡോണിയനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണണം. അതുവരെ ബൈ.